പറഞ്ഞു വരുമ്പോൾ ഒരു 10-15 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. കൊല്ലത്തിൽ 1 ലക്ഷം വെച്ച് കൂട്ടിയാലും നിങ്ങൾക്ക് ലാഭല്ലേ? വെറുതെ 15 വർഷം മെനക്കെടണ്ടല്ലോ. ശരി സാറേ, സമ്മതിച്ചു. സാറിനോട് ഇനി ബാർഗൈനിങ് ഇല്ല. ഓക്കെ ഓക്കെ. എന്റെ ക്ലാരെ, നിനക്ക് എന്താ ഇത്രയും പൈസയുടെ ആവശ്യം? പൈസയുടെ പുറത്ത് കിടക്കുന്ന നീയൊക്കെ തന്നെ എന്നോടിത് ചോദിക്കണം. ഇതെന്റെ ഓഫീസല്ല, ഞാനിവിടെ ജൂനിയറാ, അറിയല്ലോ നിനക്ക്. മേഴ്സിച്ചി, അതും ഇതും പറഞ്ഞ് സമയം കളയല്ലേ. എത്ര രൂപ തന്ന് സഹായിക്കാൻ പറ്റും അത് പറ. ഇതെന്തിനാ? ആദ്യം അത് പറ. ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? ചേച്ചി, ഇതിപ്പോ ആരോടും പറയല്ലേ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ഞാൻ സാമിന് ഷർട്ട് വാങ്ങാൻ ഇറങ്ങുന്ന സമയത്താ സാം എന്നെ വിളിച്ചത്. ചേച്ചി, ഞാൻ എത്രയും വേഗം പൈസ തിരിച്ചു തരാം. പപ്പയോടും അമ്മയോടും എന്തെങ്കിലും നുണ പറഞ്ഞ് പൈസ ഞാൻ തിരിച്ചു വാങ്ങിത്തരാം. ചേച്ചി പ്ലീസ്, സാമിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. മോളെ, ഇത്രയും കുറഞ്ഞ സമയത്ത് ഇത്രയും പൈസ തരാൻ നിന്റെ പപ്പയേക്കാൾ പറ്റിയ വേറൊരാളില്ല നിനക്ക്. പിന്നെ എന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവണമെന്നില്ല. നീ പറഞ്ഞ 1000 രൂപ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മാല വിറ്റ വേണ്ട ചേച്ചി, ഞാൻ പപ്പയുടെ അടുത്ത് എങ്ങനെയെങ്കിലും വാങ്ങിക്കോളാം. അപ്പൊ ഷർട്ട് വാങ്ങണ്ടേ മോളെ? ജീവനോട് ഉണ്ടെങ്കിലല്ലേ ചേച്ചി അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. അയാൾ അവിടെ പോയി. ഡേ, ഇന്ന് വൈകിട്ട് ഞാൻ നേരത്തെ വരൂട്ടാ. ഞാൻ വരുമ്പോ എന്തുട്ട കൊണ്ടുണ്ട്? ഒന്നും വേണ്ട, സാറൊന്ന് വേഗം വന്നാ മതി. പിന്നെ വണ്ടി ആ ഗ്രൗണ്ടിൽ ഇടണ്ട കേട്ടോ. അവിടെ നല്ല സ്ഥലം ഉണ്ടല്ലോ. അതല്ല, ഞാൻ ആ വഴി നടന്നു വരുമ്പോ ചില തല്ലുകൊള്ളി ചെക്കന്മാര് പൊട്ടിക്കേ പടകം പൊട്ടിച്ച് കളിയാക്കുവാ. നമ്മുടെ നാട്ടില് കുറെ സദാചാര കമ്മിറ്റിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലെന്നേ. തിന്നൂല, തീറ്റിക്കൂല, ശാവിയുള്ളു. അതെന്നെ പോടുന്നു. നല്ല നല്ല മണാണല്ലോ. നീ ഫിയാമ ഡ്യൂവൽസ് അല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാം അറിയാല്ലേ. സാർ ദേ ക്ലാര കുഞ്ഞു വന്നല്ലോ. ഡിജിറ്റൽ എന്നോട് ഫയൽ എടുത്തോണ്ട് വന്നിട്ട് അവിടെ. സാർ എടുത്തു. എടുത്തു. എന്താ മോളെ? പപ്പ, എനിക്ക് കുറച്ച് പൈസ വേണം. പൈസയാ? എന്തുട്ടപ്പ കാര്യം? എത്ര വേണ്ട? 100, 200? അതല്ല പപ്പ, എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം രൂപയാ? അത്രയ്ക്ക് അത്യാവശ്യമാണ് പപ്പ. എന്റെ കൂട്ടുകാരുടെ അച്ഛൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാ. ഉടനെ ഒരു ഓപ്പറേഷൻ നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് 1 ലക്ഷം രൂപ കെട്ടണം. 1 ലക്ഷം ഉറുപ്പ്യ? എടി, 1 ലക്ഷത്തിൽ എത്ര ബൂജുണ്ടെന്ന് അറിയോ നിനക്ക്? ഇതേതാ കൂട്ടുകാരി? ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടൊന്നും നമുക്ക് വേണ്ടാട്ടാ. നീ ഒരു കാര്യം ചെയ്യേ, ആ ഫോൺ അങ്ങോട്ട് ഓഫാക്ക്. 1 ലക്ഷം കൊടുത്തിട്ടുള്ള ഒരു കൂട്ടും നമുക്ക് വേണ്ടാട്ടാ. എന്നാലും പപ്പ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ. ഒരാൾ മരിക്കാൻ കിടക്കല്ലേ, അയാൾ മരിക്കട്ടെന്നേ. എന്തൊരു മനുഷ്യരാ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അയാൾ മരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാ. നീ ഒരു കാര്യം ചെയ്യേ, ദാ ഇത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ. മോളെ, എൻ്റെ മോളെ, 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ പപ്പ എത്ര തലകുത്തി മാറിയണമെന്ന് അറിയോ നിനക്ക്? കണ്ടാ എൻ്റെ മോളെ കണ്ടാ? അവള് പൈസ കൊടുത്താലും വാങ്ങിക്കില്ല. നിനക്കോണാ? നിനക്കിതൊന്നും പോരാന്ന് എനിക്കറിയാം. മൂന്ന് മണിയായി.
എന്റെ അമ്മച്ചിയെ എന്തോ നാടി മുഖത്ത് കണ്ടില്ലേ? സോറി ഏട്ടാ, സോറി തോറി മനുഷ്യനെ കൊല്ലാൻ വന്നിട്ടാണ് തോറി. സോറി. ഓ ഭാഗ്യം, ആരും കണ്ടില്ല. വിട്ടുപോയേക്കാം. അവള് ഫോൺ എടുക്കണില്ലല്ലോ. ഒന്നുകൂടെ വിളിക്ക് തോമസാ, നിങ്ങളെ കല്യാണം ഉറപ്പിച്ചല്ലേ? എടാ വിളിക്ക്, നിന്റെ ആവാസടാ അത്. അല്ല, ക്ലാരയ്ക്ക് ഇനി നിന്റെ നമ്പർ അറിയാഞ്ഞിട്ടായിരിക്കോ? ഡാ, നീ വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? ഇല്ലടാ, ഇന്നു മുതൽ വിളിയുടെ പൂരം തുടങ്ങാൻ പോവാ ഈ തോംസൺ. വിളിക്കടാ. വിറ്റ്. ഹലോ ഹലോ, തോംസൺ ചേട്ടനാ? ആരാ? തോംസൺ തോംസൺ. ഞാനിത് തിരക്കില്ല, പിന്നെ വിളിക്കേ. അല്ലളിയാ, അവളിനി വല്ല... എന്താടാ? അല്ലടാ, ചിലപ്പോ തിരക്കിലായി. ആയിരിക്കോ? ആ, ആയിരിക്കും. ആയിരിക്കണേ. ആ പറയടാ, എന്തെങ്കിലും രക്ഷയുണ്ടല്ലേ? അപ്പൊ ഒന്ന് റെഡിയാക്കില്ലടാ, പെട്ടെന്നൊന്ന് റെഡിയാക്ക്, അല്ലെങ്കിൽ എന്റെ കാര്യം കൂടി അവതാളത്തിലാവും. നീ എവിടെന്നെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്ക്. എടാ, ഞാൻ ദേ നോക്കിക്കൊണ്ടിരിക്കുക. എടാ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് എന്നെ വിളിക്ക്. ആ ആരായിരുന്നു ഫോണില്? എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ബോസ്. വാ, വയറ്റിലേക്ക് പോവാം, വണ്ടി എടുക്ക്. ആ. പോകുന്ന വഴിക്ക് എൻ്റെ തോക്ക് എടപ്പള്ളി കൊടുത്തുകൂടെ വാങ്ങണം. പോകുന്ന വഴിക്ക് ആ സുഖൂനെ കൂടെ നോക്കിട്ട്